അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ ബി.ജെ.പി. നേതാവ് നമ്മോടൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, അദ്ദേഹം സൂചിപ്പിച്ചു, ഒരു നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വിമർശിക്കേണ്ട ആവശ്യമില്ല, സാഹചര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ എങ്ങനെയാണ് ബി.ജെ.പി. ഇതിനെ നോക്കിക്കാണുന്നത്? അല്ല, ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കോൺഗ്രസിന്റെ കൂടെയാണല്ലോ ഇപ്പൊ സഹവാസം ഇന്ത്യൻ ഇടതുപക്ഷത്തിലും. ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ സഹവാസം ആരെ കൂടെയാണ്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാക്കന്മാരെ മുഴുവൻ പിടിച്ച് ജയിലിലിട്ട ഇന്ദിരാഗാന്ധിയുടെ അനുയായികളുടെ കൂടെയാണ്. അത് സ്വാഭാവികമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വേറൊരു ഉത്തരവിറക്കിയിരുന്നു, ശാസ്ത്രജ്ഞന്മാർ മിണ്ടിപ്പോകരുതെന്ന്. ശാസ്ത്രജ്ഞന്മാർ വയനാടിനെ സംബന്ധിച്ചൊന്നും പറയരുതെന്ന്, അത് പിന്നെ പിൻവലിച്ചു. ഈ വിമർശനം ജനാധിപത്യപരമായ ഒരു വിമർശനവും ഇന്ത്യയിലെ ഒരു നിയമത്തിനും തടയാൻ പറ്റില്ല. ഇന്ത്യയിലെ ഒരു നിയമത്തിനും ജനാധിപത്യപരമായ വിമർശനം തടയാൻ പറ്റില്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ പോലും മൗലിക അവകാശങ്ങൾ ലംഘിക്കാൻ പറ്റില്ല. അവിടെ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇന്ത്യ രാജ്യത്ത്. അതിന് ഘടകവിരുദ്ധമായ ഒരു വകുപ്പും നിൽക്കില്ല, ഒരു ഉത്തരവും നിൽക്കില്ല. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ജനാധിപത്യ വിരുദ്ധമായ നിയമമോ അല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കണമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ നേരത്തെ ഉണ്ടായിട്ടുള്ള വിമർശനങ്ങൾ, വിവാദങ്ങൾ, കോടതി കേസുകൾ, സർക്കാർ തന്നെ കേസെടുത്തിട്ടുണ്ട് പണം തിരിമറി ചെയ്ത ആൾക്കാർക്കെതിരെ. പിന്നെ ആ ഫണ്ട് എടുത്ത് വേറെ ആവശ്യങ്ങൾക്ക് ചെലവഴിച്ചതിന്റെ പേരിൽ ഹൈക്കോടതിയിലും ലോകായുക്തയിലൊക്കെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ പൈസ എടുത്തിട്ട് ആ പ്രളയ ഫണ്ടിലേക്ക് നൽകിയതിന് ഹൈക്കോടതി പോയി അത് ഹൈക്കോടതി റദ്ദാക്കി. അപ്പൊ ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ജനാധിപത്യപരമായ രീതിയിൽ ആരെങ്കിലും വിമർശിച്ചാൽ ഒരു കേസും നിൽക്കാൻ പോകുന്നില്ല, വെറുതെ സമയം കളയാന്നേ ഉള്ളൂ. പിന്നെ സഭ്യേതരമായ ഭാഷ ഉപയോഗിച്ചിട്ട് കലാപം ആഹ്വാനം ചെയ്തുകൊണ്ടോ സഭ്യേതരമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടുകൊണ്ടോ വിമർശിച്ചാൽ അതിപ്പോ ഏത് വിഷയത്തിലും കേസെടുക്കാം. അതിപ്പോ ഒരു ആരെ അത്തരത്തിൽ പറഞ്ഞാലും കേസെടുക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ ഒഴികെ ജനാധിപത്യപരമായ രീതിയിൽ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ 4 അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആര് വിമർശിച്ചാലും ഒരു നിയമം കൊണ്ടും അതിനെ തടയാൻ പറ്റില്ല. പിന്നെ ഇവിടെ PM കെയർ ഉണ്ടായിരുന്നല്ലോ, കോവിഡ് കാലത്ത് PM കെയറിനെ വിമർശിച്ചവർ ഒക്കെയാണ് ഇപ്പം ഇതിനൊക്കെതിരെ ആവശ്യപ്പെടുന്നത്. പക്ഷെ ഇതിനൊക്കെ ഉത്തരവാദി ആരാണ്? കഴിഞ്ഞ പ്രളയ ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാക്കിയവർ, അവരാണ് ഇതിനൊക്കെ ഉത്തരവാദികൾ. അങ്ങനെ ഉള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നത്. പക്ഷേ ജനാധിപത്യപരമായ വിമർശനങ്ങളെ മാത്രമേ നമ്മൾ അംഗീകരിക്കുള്ളൂ. ജനാധിപത്യ വിരുദ്ധമായ മോശമായ ഭാഷയിൽ നമ്മുടെ പാർലമെന്റിലോ അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹത്തിലോ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് വിമർശിച്ചാൽ അത് നമ്മൾ അംഗീകരിക്കില്ല. അങ്ങനെയുള്ളവർക്കെതിരെ നിയമ നടപടി എടുക്കാം. അത് ഈ രാജ്യത്ത് അതിന് നിയമമുണ്ട്. പക്ഷെ ജനാധിപത്യപരമായ രീതിയിൽ ആരെങ്കിലും വിമർശിച്ചാൽ അത് ഒരു കേസും എടുത്തിട്ട് കാര്യമല്ല, കോടതി പോയാൽ അത് തള്ളിപ്പോകും, വേറെ വിഷയം, വെറുതെ സമയം കളയാന്നേ ഉള്ളൂ.